അഹമ്മദ് മാഷേ, നമുക്ക് ഇടയ്ക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചിലത് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ വിളിക്കുന്നുണ്ട്. നമ്മുടെ ശക്തി പ്രേക്ഷകരാണല്ലോ. അവരിടയ്ക്ക് ചില കാര്യങ്ങൾ പറയും. അത്തരം ചില കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കാതെ പോകാൻ വയ്യ. ഇപ്പോൾ മാഷയുടെ നാട്ടിൽ നിന്ന്, കൊണ്ടോട്ടിയിൽ നിന്ന് ചില ആളുകൾ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കൊണ്ടോട്ടിയിൽ ഒരു വലിയ മഹോത്സവം ഉണ്ടായിരുന്നു, കൊണ്ടോട്ടി നേർച്ച. വലിയ ആഘോഷമാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ചില ക്ഷേത്രങ്ങളിലെ പൂരങ്ങളൊക്കെ നടക്കുന്നത് പോലെ തന്നെ വലിയ ജനശ്രദ്ധയെ ആകർഷിക്കുന്ന, ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന, ജാതി മതങ്ങൾ ഭേദങ്ങൾക്ക് അന്യമായി അതീതമായി ആളുകൾ പങ്കെടുക്കുന്ന കൊണ്ടോട്ടി നേർച്ച കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നില്ല. അപ്പോൾ കൊണ്ടോട്ടി നേർച്ച എന്താണ്, എങ്ങനെയാണ് അത് നിന്നുപോയത് എന്ന് മാഷൊന്ന് പറഞ്ഞു കേട്ടാൽ കൊള്ളാം എന്ന് അവിടുത്തെ കൊണ്ടോട്ടിക്കാരായ നമ്മുടെ ABC-യുടെ പ്രേക്ഷകർക്കൊരാഗ്രഹം. അതുകൊണ്ട് മാഷ് വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയോ മറ്റേ ആയിരുന്നു കൊണ്ടോട്ടി നേർച്ച നടക്കേണ്ടിയിരുന്ന സമയം. അപ്പോൾ എന്താണ് കൊണ്ടോട്ടി നേർച്ച, എന്താണ്, എന്തുകൊണ്ടത് മുടങ്ങിപ്പോയി, എന്തുകൊണ്ടാണ് ആ നാട്ടിലെ ആളുകളുടെ ഏറ്റവും വലിയ മഹോത്സവമായിരുന്ന ആ കൊണ്ടോട്ടി നേർച്ച പുനരാരംഭിക്കാൻ കഴിയാത്തത് എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. തീർച്ചയായിട്ടും അത് നമ്മുടെ പ്രേക്ഷകർക്ക് അമ്മാതിരി കാര്യങ്ങൾ അറിയാൻ താല്പര്യം തോന്നുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. നമ്മുടെ നാട്ടുത്സവങ്ങൾ അന്യം നിന്ന് പോകുന്നത് നമ്മുടെ മാനവ സാഹോദര്യത്തെയും സാമൂഹ്യ ജീവിതത്തെയും ഒക്കെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറക്ക് അത് അറിഞ്ഞുകൂടാ. ഉത്സവങ്ങളുടെ എണ്ണം, ഈ എല്ലാത്തരം ഉത്സവങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഈ കൊണ്ടോട്ടി നേർച്ചയുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് 250 കൊല്ലം പഴക്കമുള്ളൊരു നേർച്ചയാണ്. 2.5 നൂറ്റാണ്ട് എന്ന് വെച്ചാൽ കൊണ്ടോട്ടി തങ്ങൾ എന്ന് പറയും. അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണ്. ഒരു സിദ്ധനാണ്, സൂഫി വര്യനാണ് സമ്പൂർണ്ണമായിട്ട്. അദ്ദേഹം വന്ന കാലത്ത് തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. എന്താ കാര്യം? വിവാദം ഉണ്ടാക്കാൻ കാര്യം, അന്ന് കേരളത്തിൽ നിലവിലുള്ള പണ്ഡിതന്മാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് സംഗതികൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സംഗീത ഉപകരണങ്ങൾ വന്നു, പാട്ടുകാർ വന്നു, മ്യൂസീഷ്യൻസ് വന്നു. പിന്നെ അവിടെ ഈ ആര് വന്നാലും ഈ സഞ്ചാരികളുടെ ഒരു പറുദീസയായി. അവർക്ക് അവിടെ ഇരുന്ന് പാട്ട് കേൾക്കാം, സൗജന്യം ഭക്ഷണം കിട്ടും. അങ്ങനെ കേന്ദ്രമായിട്ട് മാറി അവിടെ. വേറൊന്ന്, അദ്ദേഹത്തെ ഗുരുവായിട്ട് ഒരുപാട് ഡിസൈപ്പിൾസ് വന്നു, ഭക്തന്മാർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഈ സ്വീകരിക്കുന്ന ഭക്തന്മാരെ അദ്ദേഹം ആണും പെണ്ണും ഒരുപോലെ സ്വീകരിക്കപ്പെട്ടു. അതും ഇസ്ലാമിലൊരു പുതുമയാണ് മുസ്ലിങ്ങൾക്ക്. ഇപ്പോൾ ഭക്തന്മാർ വന്നാൽ ആണുങ്ങൾ ഗുരുവിനെ കൈപിടിച്ച് മുത്തിയും ഒക്കെ സ്വീകരിക്കും. അതേ ആചാരപ്രകാരം ഒരു വ്യത്യാസമില്ലാതെ സ്ത്രീകളെയും അദ്ദേഹം ഭക്തകളായിട്ട് സ്വീകരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു ലിംഗനീതിയുടെ അന്തരീക്ഷം ഉണ്ടായി, സംഗീതത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായി. അപ്പോൾ മൊത്തത്തിലൊരു മാനവികതയുടെ അന്തരീക്ഷം, വലിയ മാനവികത. മാത്രമല്ല എല്ലാ ജാതിക്കാരായ മനുഷ്യരും അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. അദ്ദേഹം അവരുടെ വിശ്വാസപ്രകാരം വരും, അവരുടെ കഷ്ടങ്ങളോ ദുരിതങ്ങളോ പറയും. അദ്ദേഹം ഒരു പ്രാർത്ഥന നടത്തുകയോ ഒന്ന് അനുഗ്രഹിക്കുകയോ ചെയ്യും. അതുകൊണ്ട് സുഖമുണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നുകയും ചെയ്യും. പ്രത്യേകിച്ചൊരു കാര്യത്തിന് കൊണ്ടോട്ടി തങ്ങളടുത്ത് വരാറുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ തൊണ്ടയിൽ മുള്ളു കുടുങ്ങും. അന്ന് ഇന്നത്തെ പോലെ എക്സ്റേയും സംവിധാനമൊന്നും ഇല്ലല്ലോ. തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയാൽ ആശുപത്രിയിൽ പോകുന്നവരും പോയാത്തവരും, ഇനി പോയാൽ പോലും തങ്ങളിപ്പാപ്പയുടെ അടുത്ത് വരും. അപ്പോൾ തങ്ങളിപ്പാപ്പ ഒരു പഴം കൊണ്ടുവരാൻ പറയും. ഒരു പഴം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം ഒന്ന് ജപിച്ച് കൊടുക്കും. അത് കഴിച്ചാൽ ഏത് മുള്ളും അതുപോലെ തൊണ്ടയിൽ കുടുങ്ങിയ മുള്ള ഇറങ്ങിപ്പോകും. അതൊരു വിശ്വാസമാണ്. ഒരുപാട് അനുഭവസ്ഥർ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പലതുകൊണ്ടും അദ്ദേഹം പ്രിയപ്പെട്ട ഒരാളായി. അപ്പോൾ അദ്ദേഹത്തിന് എതിർപ്പ് വന്നു. എതിർപ്പ് വരാൻ 2-3 കാര്യങ്ങളുണ്ടായി. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹം സംഗീതത്തെ ഞാൻ കരുതി ഒരുപക്ഷെ ഹിന്ദുക്കളുടെ ഭാഗത്തുനിന്നായിരിക്കും എതിർപ്പ്. അല്ല, അയ്യോ, തങ്ങളിപ്പാപ്പയ്ക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. മാത്രമല്ല അവർ ഇതേപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയേക്കാൾ ആവേശത്തോടെ അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരായിട്ട് വരികയൊക്കെ ചെയ്തവരാണ്. ജാതി മതമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൊണ്ടോട്ടി അദ്ദേഹത്തിനൊരു പോളിസി ഉണ്ടായിരുന്നു. അല്ല, മാഷ് പറഞ്ഞു തുടങ്ങിയത് അത് എതിർപ്പ് തുടങ്ങി. അതിന് കാരണം സംഗീതോപകരണങ്ങൾ കൊണ്ടുവന്നു. ഒന്ന് സംഗീതോപകരണം. കാരണം സമാന്തരമായിട്ട് അന്ന് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിൽ നിന്നൊരു 20 കിലോമീറ്റർ അപ്പുറത്താണ് മമ്പുറം. ഈ മമ്പുറം തങ്ങൾ നേരെ തിരിച്ചാണ്. മമ്പുറം തങ്ങൾ സംഗീതത്തിനെതിരായി ഫത്വ കൊടുക്കുന്ന ഒരു കാലമാണ്. നമ്പർ 1. നമ്പർ 2, ഈ മമ്പുറം തങ്ങൾ ബ്രിട്ടീഷുകാർക്ക് എതിരായി വലിയ ഫത്വകൾ പുറപ്പെടുവിക്കുകയും പ്രസംഗങ്ങൾ നടത്തുകയും പ്രചാരണം നടത്തുകയും ചെയ്യുന്ന കാലമാണ്. മമ്പുറം തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ ബ്രിട്ടീഷുകാർക്കും ബ്രിട്ടീഷ് അനുകൂലികളായ ജന്മികൾക്കൊക്കെ എതിരായിട്ടുള്ള വലിയ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. കൊണ്ടോട്ടി തങ്ങളാകട്ടെ നേരെ തിരിച്ചാണ്. കൊണ്ടോട്ടി തങ്ങൾ ഈ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്തും ഇടക്കാലത്ത് ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചുകൊണ്ട് ടിപ്പു വന്നല്ലോ, ഹൈദരാലിയും ടിപ്പും വന്നു. അന്നും കൊണ്ടോട്ടി തങ്ങൾ പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്,
നിങ്ങൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയായാലും ഇവിടെ മനുഷ്യർ സമാധാനപൂർവ്വം ജീവിക്കുന്ന ഒരു നാടാണ്. ഹിന്ദുവും മുസൽമാനും എല്ലാ മനുഷ്യരും ഉണ്ട്. ഇവിടെ സമാധാനക്കേടുണ്ടാക്കരുത് എന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു. അതുകൊണ്ട് ആദ്യകാലത്ത് തങ്ങൾക്ക് നേരെ ഇദ്ദേഹം ഈ ബ്രിട്ടീഷ് അനുകൂലിയായിരുന്ന പാറനമ്പി എന്നൊരു ജന്മി, അത് അദ്ദേഹത്തിന് ഈ ഭൂമിയോടൊക്കെയുള്ള ഹിന്ദുവാണ്. പാറനമ്പി എന്ന ജന്മി വന്നു. ആ ജന്മിയോട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ കലാപം ഉണ്ടാക്കരുത്, എൻ്റെ ജനങ്ങളെ ശല്യപ്പെടുത്തരുത്, അവർക്ക് സമാധാനക്കേട് ഉണ്ടാക്കരുത്. അപ്പോൾ അത് കേട്ടില്ല. അദ്ദേഹത്തെ അന്ന് ഇവർ പോരാടി തോൽപ്പിച്ചു, എല്ലാ ജാതിയും മതക്കാരും ചേർന്നിട്ട്. ഈ തങ്ങളിപ്പോൾ ഒന്നാം തങ്ങൾ മരിച്ചിട്ട് അടുത്ത രണ്ടാമത്തെ മൂന്നാമത്തെ തലമുറയിലാണ് 1921 വരുന്നത്. കുറച്ച് നാലാമത്തെ അവരെല്ലാം ഈ പരമ്പരയിലുള്ളവരെല്ലാം ഇതേപോലെ തന്നെയാണ്, ഇതേ തങ്ങളാണ് ഇപ്പോഴും നിലകൊള്ളുന്നൊരു തലമുറയാണിത്. ഈ 1773 ഞാൻ താൻ പറഞ്ഞ് 1773 ഷെയ്ഖ് മുഹമ്മദ് ഷാ തങ്ങൾ എന്ന ഒന്നാം തങ്ങൾ, വലിയ തങ്ങൾ പാപ്പ, അദ്ദേഹം മഹാരാഷ്ട്രയിലെ കല്യാൺ പ്രദേശത്ത് നിന്ന് സഞ്ചാരിയായി കാൽനടയായി പലയിടത്തും യാത്ര ചെയ്ത് വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം കൊണ്ടോട്ടി അവധൂതനെ പോലെ വന്നു ചേർന്നതാണ്. അദ്ദേഹത്തിന് വലിയ സ്വീകരണം കൊടുത്തു എല്ലാ ജാതി മതക്കാരും. അപ്പോൾ അന്ന് ആണ് അവിടെ കലാപം ഉണ്ടാക്കാൻ ഈ ഇദ്ദേഹം വന്നത്. ആര്? ഈ പാറ നമ്പി എന്ന് പറയുന്ന നമ്പി എന്ന് പറയുന്ന ഒരു പ്രമാണി വന്നത് അപ്പുറത്ത് മലപ്പുറത്ത് നിന്ന്. അവരെ ഓടിച്ചു, പൊരുത്തി തോൽപ്പിച്ചു. ഏതാനും തലമുറകൾക്ക് ശേഷം 1921 കാലത്ത് വാര്യംകുന്നത് കുഞ്ഞഹമ്മദാജി വന്നു അദ്ദേഹത്തിൻ്റെ പടയോട്ടവുമായിട്ട്. ഞാൻ ബ്രിട്ടീഷുകാർക്കെതിരാണ്, ഈ കൊണ്ടോട്ടി തങ്ങൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലിയാണെന്ന് കേൾക്കാൻ കാര്യം വളരെ സിമ്പിളാണ്. ആര് വന്ന് ഭരിച്ചപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ജനസമ്മതിയും ഇദ്ദേഹത്തിൻ്റെ സമാധാന പ്രേമവും, ഇദ്ദേഹം കുഴപ്പക്കാരനല്ല, ഇദ്ദേഹത്തിന് വലിയ ജനസമ്മതിയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ കരമൊഴിവായി അവിടുത്തെ ആ പ്രദേശത്തെ നികുതി പിരിക്കാനൊക്കെയുള്ള അവകാശം കൊടുത്തു. അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇദ്ദേഹം ബ്രിട്ടീഷ് അനുകൂലിയായി അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടു. ടിപ്പുവിൻ്റെ കാലത്ത് ടിപ്പുവിൻ്റെ അനുകൂലിയായിട്ടും വ്യാഖ്യാനിക്കപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം വന്നിട്ട് നമ്മുടെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി വന്നിട്ട് അവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അവിടുത്തെ രജിസ്റ്റർ ഓഫീസ് തകർത്തു. അങ്ങനെയൊക്കെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു രീതി. വാര്യംകുന്നനോടും പറഞ്ഞു, നിങ്ങൾക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ വല്ല ന്യായവും ഉണ്ടെങ്കിൽ. അപ്പോൾ പറഞ്ഞു, തിരുവങ്ങാടിയിലെ പള്ളി തകർത്തിരിക്കുന്നു, ഒന്ന് ആലോചിച്ചിട്ടും അന്വേഷിച്ചിട്ടൊക്കെ പോയാൽ മതി, സത്യമാണോ? അത് പരന്നതാണ്, കിംവദന്തി പരന്നതാണ്, ഉണ്ടാക്കി പറഞ്ഞാണ്. അന്ന് ഈ വാർത്താ മാധ്യമങ്ങളൊന്നും കൃത്യമായിട്ടില്ലല്ലോ, ആരോ പറഞ്ഞു കേട്ടതാണ്, അതിന് പോയതാണ്. പോകുന്നെങ്കിൽ അങ്ങോട്ട് പോയിക്കോളൂ, ഇവിടുത്തെ എൻ്റെ ജനതയോട് പാടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന അനുയായികൾ ആരോ കയറി തങ്ങൾ പാപ്പാനെ അറ്റാക്ക് ചെയ്യാൻ ചെന്നു. തങ്ങൾ ഈ പാറനമ്പിയോട് പൊരുതിയ അതേ തോക്കെടുത്ത്, പാറനമ്പി പലപ്പോഴും ഇട്ടെറിഞ്ഞു പോയ തോക്കുകളൊക്കെ എടുത്ത് ശേഖരിച്ചു വെച്ച് അതൊക്കെ എടുത്തിട്ട് വാര്യംകുന്നനെ വെടിവെച്ച് തോൽപ്പിച്ചു, ഓടിച്ചു. വാര്യംകുന്നൻ പട്ടാപ്പകൽ യുദ്ധം ചെയ്തിട്ട് തോറ്റുകൂടിപ്പോയ ഒരു നാടേ ഉള്ളൂ, കൊണ്ടോട്ടിയാണ്. അതാണ് കൊണ്ടോട്ടിയുടെ ഒരു വേറിട്ട് നിൽക്കുന്നൊരു ചരിത്രം. മലബാർ കലാപത്തിൻ്റെ കൂടെ നിന്നൊരു ചരിത്രം അവർക്കില്ല കൊണ്ടോട്ടി. അതിന് കാരണം ഇതാണ്, ഒറ്റ കാരണം, സമാധാനമാണ് മുഖ്യം, ഒരു രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഈ ഒരു പാരമ്പര്യത്തിലാണ്, ഇതാണ് കൊണ്ടോട്ടിയുടെ ഒരു പാരമ്പര്യം, മഹിതമായ പാരമ്പര്യം. അതിൽ കൊണ്ടോട്ടി തങ്ങൾക്കെതിരായി മറ്റ് തങ്ങന്മാരും ആത്മീയ നേതൃത്വവും നിലപാടെടുക്കാനുള്ള കാരണം ഒന്ന് സംഗീതമാണ്, വേറൊന്ന് ഈ ഭരണകൂടത്തോടുള്ള നിലപാടാണ്, വേറൊന്ന് സ്ത്രീകളോടുള്ള നിലപാടാണ്. 4 അവിടുത്തെ ചില ആചാരങ്ങൾ, എല്ലാ ജാതിക്കാർക്കും സ്വീകാര്യമായ ചില ആചാരങ്ങൾ അവിടെ ചന്ദനക്കുടമുണ്ട്. വെച്ചാൽ ചന്ദനം അരച്ചിട്ട് ഭസ്മം കൊടുക്കുന്ന ഏർപ്പാട്, കേരളീയ പ്രസാദം കൊടുക്കുന്ന ഏർപ്പാട്, അത് കേരളീയ സംസ്കാരത്തിൻ്റെ ഒരു രീതിയാണ്. ഇത് ഇദ്ദേഹം ചെന്ന എല്ലാ പ്രദേശങ്ങളിലും ഇദ്ദേഹം സ്വീകരിച്ചു വന്ന ഒരു രീതിയാണ്. അത് അവിടെ തുടർന്ന് വന്നു. ഹിന്ദു ക്ഷേത്രങ്ങൾ നോർത്ത് ഇന്ത്യയിലും ഇത് അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല അത്തരം ക്ഷേത്രങ്ങളുടെയൊക്കെ മുമ്പിൽ ഷഹനായി വായിക്കാനും അവിടെ കച്ചേരി നടത്താനും ഗസൽ പാടാനും ഒക്കെ അതൊക്കെ ശീലിച്ചവരാണല്ലോ അവർ. ഈ സൂഫികളുടെ ഒരു പാരമ്പര്യം അതാണ്. എന്തായാലും അങ്ങനെ ഒരു കാലത്ത് ഇദ്ദേഹം വന്ന ഉടനെ തന്നെ തുടങ്ങിയതാണ് ഈ കൊണ്ടോട്ടി നേർച്ച. 1773 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതായത് 3-4 നൂറ്റാണ്ട് മുമ്പ് ഇല്ല, 773 250 കൊല്ലം, 873 970 250 കൊല്ലം കഴിഞ്ഞു. ആ 250 കൊല്ലം പഴക്കമുള്ള നേർച്ചയാണ്. നേർച്ച യഥാർത്ഥത്തിൽ അദ്ദേഹം സൂഫി വര്യന്മാർക്കൊക്കെ ഒരു ഗുരു ഉണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ ഗുരു നമ്മുടെ മൊഹിയുദ്ദീൻ ഷെയ്ഖായിരുന്നു. മൊഹിയുദ്ദീൻ മാല ഒക്കെ കേട്ടില്ലേ, ബഗ്ദാദിലെ ഷെയ്ഖായിരുന്ന സൂഫി വര്യനായിരുന്ന മൊഹിയുദ്ദീൻ ഷെയ്ഖ്. ഇദ്ദേഹം എവിടെ ചെന്നാലും എല്ലാ കൊല്ലവും മൊഹിയുദ്ദീൻ ഷെയ്ഖിനെ ഓർമ്മിച്ചുകൊണ്ട് ആരാണോ ഉള്ളത് അവർക്ക്
സൽക്കാരവും നേർച്ചയും പാട്ടും കുറച്ച് സംഗീതവും ഒക്കെ ആയിട്ട് നടത്തും. അങ്ങനെ കൊണ്ടോട്ടി വന്ന കാലത്ത് തുടങ്ങിയതാണ്. പതുക്കെ പതുക്കെ അത് വിപുലപ്പെട്ടു വലിയ തോതിൽ. പിന്നീട് വമ്പിച്ച നേർച്ചയായി. നേർച്ച എന്ന് വെച്ചാൽ അതിൻ്റെ കാണേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ ഇല്ല, 10, 12, 13 കൊല്ലമായിട്ടില്ല. അപ്പോൾ ആ നേർച്ചയായിട്ട് 5-6 ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ചയാണ്. ആദ്യത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ ഈ തോക്കുകൾ പൊട്ടിക്കും. എണ്ണയിട്ട് കൊണ്ടുവന്നിട്ട് ഈ പീരങ്കികളാണ്. ഏത് പീരങ്കികളാണ്? നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ വന്ന 2 പേരുടെ ഓർമ്മയ്ക്കുള്ള പീരങ്കികൾ. ഇപ്പോഴും ഉണ്ടോ അതൊക്കെ? ഉണ്ട്. പോലീസ് ഇപ്പോൾ അതിന് പോലീസ് ലൈസൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പോലീസ് എവിടെ സൂക്ഷിക്കുന്നു? അത് മലപ്പുറത്ത് ജില്ലാ പോലീസ് ഓഫീസിൽ ആണ് സൂക്ഷിക്കുക. കാരണം അത് ആയുധമാണല്ലോ. അങ്ങനെയാണ്. പക്ഷേ നേർച്ചക്കാലത്ത് ഇത്രാം തീയതി നേർച്ച നിശ്ചയിച്ചിരിക്കുന്നു 1 മാസം മുമ്പേ നോട്ടീസ് കൊടുക്കും. തങ്ങൾ പാപ്പ നേർച്ച നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോഴേക്ക് പോലീസ് സംരക്ഷണയിൽ തന്നെ അത് കൊണ്ടുകൂട്ടി നേർച്ചപ്പാടത്ത് ഇറക്കും. എന്നിട്ട് അതിനെ എണ്ണയിട്ട് അത് പൊട്ടിക്കാനൊക്കെ അറിയുന്ന മരുന്ന് നിറച്ച് കൃത്യമായിട്ട് അത് പൊട്ടുമ്പോൾ നേർച്ച തുടങ്ങും. 1 മാസം മുമ്പേ കൊടി ഉയർത്തും. ഒരു നേർച്ച വെള്ളക്കൊടിയാണ്. ഇതൊന്നും വേറെ ഒരു നിറമുള്ള കൊടിയല്ല. നേർച്ചപ്പാടത്ത് കൊടിമരം, അവിടെ കുബ്ബയുണ്ട്, തങ്ങളെ പാപ്പയുടെ ജാറ മക്കബറയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അതിന് മുമ്പിലൊരു കൊടിമരം, വലിയ കൊടിമരം. ആ കൊടിമരത്തിൽ കൊടി കീറിയാൽ നേർച്ചയുടെ സമയമായി, കാലമായി. പിന്നെ നേർച്ചയുടെ തലേ ദിവസം, നാളെ നേർച്ച തുടങ്ങുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം സന്ധ്യക്ക് ഈ വെടി പൊട്ടും. അപ്പോൾ നേർച്ചയുടെ ആരംഭമായി. പിന്നെ നേർച്ച എന്ന് പറയുന്നത് പ്രധാനമായും അദ്ദേഹത്തിന് അനുയായികളുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും 15, 20, 25 കിലോമീറ്റർ അപ്പുറത്ത് നിന്നൊക്കെ ആളുകൾ കാൽനടയായി കലാപരിപാടികളുമായി വാദ്യഘോഷങ്ങളുമായിട്ട് ഘോഷയാത്രയായിട്ട് വരും കൊണ്ടോട്ടി. അപ്പോൾ കാഴ്ച ഒക്കെ ഉണ്ടാവും. തങ്ങൾ നേർച്ചയ്ക്ക് സമർപ്പിക്കാനുള്ള കാഴ്ച ആയിട്ടുള്ള പല പലഹാരങ്ങളും ഒക്കെ ഉണ്ടാവും. ഇത് കൊണ്ടുവന്ന് ഏൽപ്പിച്ച് എല്ലാ കലാപരിപാടികളും, ഈ വരുന്ന സംഗതികളുടെ കൂട്ടത്തിൽ കൊട്ടുവാദ്യങ്ങൾ, കുഴൽവിളികൾ, എല്ലാതരം വാദ്യങ്ങളും ഉണ്ടാവും. മാത്രമല്ല ഓരോ കൊല്ലവും പരിശീലനം നേടിയ പുതിയ ഇനങ്ങൾ അവിടെ വന്ന് അരങ്ങേറും. എവിടെ? തങ്ങൾ പാപ്പ. ഈ നേർച്ച വരുന്ന ഈദ്, അത് ജാതി മതവും ഇല്ല കേട്ടോ. പലയിടത്തുനിന്നും ജാതികൾ തിരിഞ്ഞു വരും. ദളിതന്മാരുടേത് വരും, കണക്കന്മാരുടെ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ പല ജാതികളുടെയും നേർച്ച വരും. ഒരു നാട്ടിൽ നിന്ന് തന്നെ എല്ലാ ജാതിക്കാരുടെയും ഒരുമിച്ചുള്ള നേർച്ച വരും. ഒരു ദേശത്ത് നിന്ന് വരുന്ന കണക്കിലാണ് എഴുതുക. ഇപ്പോൾ പുല്ലാര നിന്ന് വരുന്നു, വള്ളോമ്പുറത്ത് വരുന്നു, മലപ്പുറത്ത് നിന്ന് വരുന്നു, പെരിന്തൽമണ്ണ നിന്ന് വരുന്നു, അങ്ങനെ വരിക. അപ്പോൾ വരുന്നവരെ സ്വീകരിക്കാൻ തങ്ങളിപ്പാപ്പ തന്നെ, ആദ്യകാലത്തൊക്കെ തങ്ങളിപ്പാപ്പ തന്നെ കുതിരയാണ് അദ്ദേഹത്തിൻ്റെ വാഹനം. കുതിരപ്പുറത്ത് എഴുന്നള്ളി ചെന്നിട്ട് നഗരത്തിൻ്റെ കവാടത്തിൽ ഇവരെ സ്വീകരിക്കും. അത് വലിയൊരു അംഗീകാരമാണ് അവർക്ക്. അത് കൊണ്ടുവന്നിട്ട് പിന്നെ അവരെ സ്വീകരിച്ച് കൊണ്ടുവന്നിട്ട് ഈ ജാറത്തിൻ്റെ മുറ്റത്ത്, നേർച്ചയുടെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ, നഗരഹൃദയത്തിൽ, അവിടെ കലാപരിപാടികൾ അരങ്ങേറും. കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷം, ഗംഭീരമായ സാധനം. ഒരു കൊല്ലം ഇപ്പോൾ അക്കൊല്ലം കോൽക്കളി പഠിച്ചവർക്ക്, അക്കൊല്ലം പുതിയ ബാൻഡ് വാദ്യം പഠിച്ചവർക്ക്, അക്കൊല്ലം കളരിപ്പയറ്റ് പഠിച്ചവർ, അക്കൊല്ലം ഈ അറവനമുട്ട് പഠിച്ചവർ, അങ്ങനെ അതുപോലെ പലതരം നാട്ടുകളികളുണ്ട്. ഈ സാറിന് അറിയാം, അപ്പം നമുക്ക് മലബാറിൽ മാത്രമുള്ള കളികളും പല സ്ഥലത്തിൽ ഈ പകിടകളി, പലതരം കളികളുണ്ട്. ഇതൊക്കെ അവിടെ അരങ്ങേറും. നേരം പുലരുവോളം, ഈ 5 ദിവസം നേരം പുലരുവോളം കലാപരിപാടികൾ കാണാൻ പറ്റും. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവർക്കും തങ്ങൾ എന്തെങ്കിലും ഒരു കൈനീട്ടം, എന്തായാലും പറയാ, ഒരു സന്തോഷത്തിന് അത് അവരെന്നും സൂക്ഷിച്ചു വെക്കും, ആകാശ് ചിലവാക്കാതെ. അങ്ങനെ ഒരു പുണ്യപ്പെട്ട സംഗതിയാണ്. 3-4-5 ദിവസം ഇത് നേർച്ച നിലനിൽക്കും. നേർച്ചയുടെ ഒരു പ്രത്യേകത, നേർച്ചയ്ക്ക് വേണ്ടി ഈ പറയുന്ന പ്രദേശങ്ങളിൽ ഈ നേർച്ചയുടെ അലയൊലികൾ മുഴങ്ങുന്ന, നേർച്ചയുടെ ആരവങ്ങൾ മുഴങ്ങുന്ന എല്ലാ നാടുകളിലെയും വിട്ടുപോയ, അന്യനാടുകളിലേക്ക് പോയവരും വിരുന്ന് പോയവരും കല്യാണം കഴിച്ച് പോയവരും ഒക്കെ തിരിച്ചു വരും. ഒന്ന്, മുഴുവൻ കുട്ടികൾക്കും വേണ്ടി മുതിർന്നവർ ആ ദിവസങ്ങൾ നീക്കി വെക്കും. ഈ നേർച്ചപ്പാടത്ത് ധാരാളം അഭ്യാസങ്ങൾ, അറിയാലോ, നേർച്ച നമ്മളെ കാർണിവലിന് വരുന്ന എല്ലാം ഉണ്ടാവും. ഞങ്ങളൊക്കെ ആദ്യമായിട്ട് മൃഗശാല കാണുന്ന അവിടെ വെച്ചിട്ടാണ്. മൃഗശാല എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള സൂ ഉണ്ടാക്കും, പുതിയ മൃഗങ്ങൾ. അതുപോലെ മരണക്കിണർ കണ്ടില്ലേ, പാടത്ത് കെട്ടിയുണ്ടാക്കിയ, ഞങ്ങളുടെ നാട്ടിലെ വൈക്കത്തഷ്ടമിക്ക് ഇതൊക്കെ വരും. ഇത് നേരെ എല്ലാം ഉണ്ടാവും, വാന, മയിലോട്ടൊക്കെ, എല്ലാ സാധനങ്ങളും. അങ്ങനെ നേരം പുലരാതെ, നേരം പുലരുന്നതും അറിയാതെ. പിന്നെ സിനിമ പിന്നെ പിൽക്കാലത്ത് സിനിമാ തിയേറ്റർ വന്നു തുടങ്ങിയപ്പോൾ 25 ഷോക്ക് ഒരു ദിവസം നടക്കും. മീൻസ് ആ രീതിയിൽ രാവും പകലും തുടർച്ചയായിട്ട് സിനിമ. നമ്മളൊക്കെ പുതിയ
നമുക്ക് സിനിമയ്ക്ക് പോകാൻ പാടില്ല എന്ന് വീട്ടുകാർ പറയുമ്പോഴും കൊണ്ടോട്ടി നേർച്ചയ്ക്ക് പോകാലോ, നേർച്ചയ്ക്ക് പോയാൽ പിന്നെ കുത്തിയിരുന്ന് സിനിമ കാണും. അങ്ങനെയൊക്കെയാണ് എല്ലാ കലാപരിപാടികളും നടക്കും. പിന്നെ ഈ പറഞ്ഞ പിന്നെ വേറൊരു കാര്യം, അതിൻ്റെ കൂടെ വ്യാപാരമേള നടക്കും. വീടുകളിൽ ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ആളുകൾ കൊണ്ടുവന്നിട്ട് അവിടെയാണ് വിൽക്കുന്നത്. ഒരു വലിയ മഹോത്സവമായിരുന്നു അല്ലേ, മാമാങ്കം പോലെ. കൊല്ലത്തേക്ക് അതെ, മാമാങ്കം പോലെ ഒരു കൊല്ലത്തേക്കുള്ള മുഴുവൻ സാധനങ്ങളും വില കുറച്ച് അവിടെ നിന്ന് കിട്ടും. ഫ്രം ദി പ്രൊഡ്യൂസർ നേരിട്ട് വാങ്ങാൻ പറ്റും. ഇന്നത്തെ പോലെ നേരിട്ട് വാങ്ങാൻ പറ്റും. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കാർഷിക മേളയാണ്, വ്യാപാരമേളയാണ്, സാംസ്കാരിക മേളയാണ് എല്ലാ അർത്ഥത്തിലും. അതെന്ത് ഭാഷ ഇത്രയും വലിയൊരു മഹോത്സവം കഴിഞ്ഞ 10-12 വർഷമായിട്ട് നടക്കാം ഇല്ല. അതിൻ്റെ ഒരു കാര്യം പറയാം. അപ്പോൾ ഇതാണ് നേർച്ചയുടെ ഒരു കാര്യം. 250 കൊല്ലമായിട്ട് നടന്നിരുന്നു, അതിലിപ്പോൾ 10-12 കൊല്ലമായിട്ട് ഇത് മുടങ്ങിപ്പോയി. ഇപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഒരു തങ്ങളിപ്പാപ്പ മരിച്ചാൽ, ഇപ്പോൾ തങ്ങളിപ്പാപ്പയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു, ഒക്കെ മുടങ്ങി തീർന്നുപോയി. എല്ലാവരും അതിനെ സ്വീകരിക്കാൻ തുടങ്ങി. ഒന്ന് അതിനിടയിൽ വന്നത് ഈ ഇസ്ലാമിലെ ഈ സലഫി മൂവ്മെൻറ്റ് പോലുള്ള ശുദ്ധീകരണ പ്രസ്ഥാനങ്ങൾ വന്നല്ലോ. അവർ ഈ നേർച്ചകൾക്കൊക്കെ എതിരാണ്. കാരണം അവർ പറയുന്നത് ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്, ഇതൊക്കെ അന്യ സമുദായങ്ങളുടെ. ഇപ്പോൾ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ നേർച്ച തിരുമാന്താംകുന്നിലെ നേർച്ചയാണ്. അങ്ങാടിപ്പുറത്തെ അറിയാലോ, തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ നേർച്ച ഉത്സവമാണ്. ക്ഷേത്രോത്സവങ്ങളിൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലുത് ഇന്നും അതാണ് കേട്ടോ. അതിനേക്കാളും ആൾക്കൂട്ടം കൊണ്ടും ഉള്ളടക്കം കൊണ്ടും അങ്ങനെയാണ് നമ്മൾ അവിടെ നിന്നുള്ള പ്രേക്ഷകരോട് പറഞ്ഞത്. തിരുമാന്താംകുന്ന് പൂരത്തെക്കാളും ആൾ കൂടുന്ന നേർച്ചയായിരുന്നു. അത് കറക്റ്റാണ്. അപ്പോൾ ഇതിനെതിരാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഈ ഒന്നാമത് സൂഫിസം തന്നെ ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് എതിരാണ്. സൂഫിസം അന്യമതങ്ങളിൽ നിന്ന് വന്നു കൂടിയ ആചാരമാണ്, വിശ്വാസമാണ്. അത് ശുദ്ധ ഇസ്ലാമിൻ്റേതല്ല എന്നാണ് വാദം. സൂഫി ആചാര്യനായ മുഹമ്മദ് ഷാ തങ്ങൾ തുടങ്ങിയ നേർച്ചയായതുകൊണ്ട് തന്നെ അത് അനിസ്ലാമികമാണ്. അതിനകത്ത് നടക്കുന്ന ഈ പരിപാടികളും ചടങ്ങുകളും ആചാരങ്ങളും മുഴുവനും അനിസ്ലാമികമാണ്. അങ്ങനെ ഈ ഒരു സലഫി മനസ്സ് പൊതുവെ രൂപപ്പെട്ടു വന്നപ്പോൾ നേർച്ചകൾക്കൊക്കെ എതിരായി. കൊണ്ടോട്ടി മാത്രമല്ല, കൊണ്ടോട്ടി നേർച്ച വലുതാണെങ്കിലും കൊണ്ടോട്ടി നേർച്ചയേക്കാൾ ചെറുത് ആയിട്ടുള്ള 10-40ഓളം നേർച്ചകൾ മലബാറിൻ്റെ പല ഭാഗത്തായിട്ടുണ്ടായിരുന്നു. പല കാരണങ്ങളാൽ അത് നിന്നുപോയിട്ടുണ്ട്. ഒന്ന്, മഹല്ലിൽ തന്നെ, അതാത് പ്രദേശത്ത് തന്നെ ഈ ഒരുമിച്ച് നിന്നിരുന്ന ജനത സമുദായം തിരിയുക, സമുദായങ്ങൾ തിരിഞ്ഞിട്ട് പിന്നെ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ പല വിഭാഗങ്ങളായി. അതെ, ഒരു വീട്ടിൽ തന്നെ 2 പേരൊക്കെ ഉള്ളത് എനിക്കറിയാം. അങ്ങനെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പതുക്കെ അതിനെതിരായുള്ള പ്രചാരവേല ശക്തിപ്പെട്ടു. ഒടുവിൽ വന്നൊരു പ്രശ്നം സാങ്കേതികമാണ്. അത് കൊണ്ടോട്ടി തങ്ങൾ ഒരു 1-ാം തങ്ങൾ മരിച്ചാൽ, മുഹമ്മദ് ഷാ തങ്ങൾ മരിച്ചാൽ മറവ് ചെയ്യുന്നതിന് മുമ്പ്, അധികാരസ്ഥാനം കൂടിയാണല്ലോ അത്, ആത്മീയ നേതാവാണ്, ഒരു പ്രദേശത്തിൻ്റെ നടുവഴിയുമാണ്. അപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മറവ് ചെയ്യുന്നതിന് മുമ്പ് മറവ് ചെയ്യേണ്ടത് പോലും അടുത്ത സ്ഥാനീയനായ തങ്ങൾ പാപ്പയുടെ കാർമ്മികത്വത്തിലാണ്. അത് ഈ 250 കൊല്ലം ഏറെക്കുറെ നടന്നു വന്നിരുന്നു. ഏറ്റവും ഒടുവിലത്തെ തങ്ങൾ പാപ്പ മരിച്ചപ്പോൾ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി. 3 പേർ തമ്മിൽ തർക്കം വന്നു. ആരാണ് അടുത്ത സ്ഥാനീയനാവേണ്ടത്. അപ്പോൾ സ്ഥാനീയനാവേണ്ടതിന് നിയതമായ നിയമങ്ങൾ എഴുതി വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ 3 കീഴ്വഴക്കങ്ങളുണ്ട്. ഒന്നാമത്തേത്, മുതിർന്ന കൂട്ടത്തിൽ ഇനി തങ്ങൾ കുടുംബത്തിലെ ഏറ്റവും മുതിർന്നയാൾ ആരോ ചില കാലങ്ങളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം മുതിർന്നയാളുണ്ടായിരുന്നു, ഒരു ഇസ്മായിൽ തങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരു ക്ലെയിം വന്നു, അദ്ദേഹമാണ്. അപ്പോൾ വേറൊരു ക്ലെയിം, മറ്റൊരു കീഴ്വഴക്ക പ്രകാരം ചിലപ്പോഴൊക്കെ ഈ തങ്ങളുടെ ശിഷ്യന്മാരുണ്ടല്ലോ, സൂഫി വര്യനായ തങ്ങൾ പാപ്പ, തങ്ങൾക്കും എല്ലാ കാലത്തും മുരീദന്മാരെന്ന് പറയും. മുരീദും മുർഷിദുമാണ് പറയുക. ഗുരുവിന് മുർഷിദ് എന്ന് പറയും, ശിഷ്യന്മാർക്ക് മുരീദ് എന്ന് പറയും. ഈ മുരീദന്മാരിൽ ഭൂരിപക്ഷത്തോടെ തീരുമാനിക്കും, ഇനി നമുക്ക് നല്ലത് ഈ ഇന്ന തങ്ങൾ പാപ്പയാണെന്ന് അവരങ്ങോട്ട് പറയും. അത് ജനാധിപത്യം പോലെ ഒരു അഭിപ്രായ രൂപീകരണം നടത്തിയിട്ട് തീരുമാനിക്കും. ഈ മുതിർന്ന തങ്ങളുടെ പേര് വന്നപ്പോൾ ഉടനെ തന്നെ വന്നു, മുരീദന്മാർക്ക് അഭിപ്രായം അദ്ദേഹം അല്ല, ഇപ്പുറത്തെ ഒരാളാണ്. അപ്പോൾ അപ്പുറത്ത് ആദ്യം ഇസ്മായിൽ തങ്ങളുടെ പേര് വന്നു, ഇപ്പുറത്ത് റഹ്മാൻ തങ്ങളുടെ പേര് വന്നു, മുരീദന്മാരിൽ ഭൂരിപക്ഷം. അപ്പോൾ മൂന്നാമതൊരു ക്ലോസ്, അതിനിടയിൽ ഒരു കളി ഒരു നീക്കം നടക്കുന്നുണ്ടായിരുന്നു. അത് പതുക്കെ ഈ സൂഫി പാരമ്പര്യമുള്ള മതസ്ഥാപനങ്ങളെയൊക്കെ മുസ്ലിം ലീഗിൻ്റെ കൂടി ഒരു മൗനാനുവാദത്തോടെ അല്ലെങ്കിൽ നിർദ്ദേശത്തോടെ ലീഗ് വിഭാഗം സമസ്ത ഉണ്ടല്ലോ, EK വിഭാഗം സമസ്ത അഫിലിയേറ്റ് ചെയ്ത് അതിൻ്റെ വരുമാനങ്ങൾ അവരുടേതാക്കി തീർക്കാനുള്ള ഒരു സാമ്പത്തികം അത് മമ്പുറം തങ്ങളുടെ ജാറം അങ്ങനെ മാറ്റി. അത് SKSSF ഇതുപോലെ ട്രസ്റ്റ് ഉണ്ടാക്കി ഈ സമസ്ത പാരമ്പര്യത്തിലേക്ക് വന്നു.
അതുപോലൊരു നീക്കം കൊണ്ടോട്ടിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്ലെയിം വന്നു. ഈ കൊണ്ടോട്ടി തങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന മഹല്ല് കമ്മിറ്റികൾ എല്ലാം ചേർന്നിട്ട് ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം എടുക്കുമ്പോൾ മൂന്നാമത്തെ ഒരാളുടെ പേരാണ് വന്നത്. ഇത് കേസായി, വഖഫ് ബോർഡിലേക്ക് പോയി, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വഖഫ് ബോർഡിൻ്റെ കേസ് അറിയാലോ. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വഖഫ് നിയമം കൊണ്ടുവരുന്നത് തന്നെ അനന്തമായി നീണ്ടുപോകുന്ന കേസുകൾ കൊണ്ടാണ്. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാം. ഇപ്പോൾ ഈ 10-13 കൊല്ലമായിട്ട് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മക്കൾക്കൊന്നും ഇപ്പോൾ നേർച്ച എന്ന് പറഞ്ഞാൽ അറിയില്ല. പക്ഷേ ഞാൻ നേർച്ച എൻ്റെ ഒരു നൊസ്റ്റാൾജിയാണ് എനിക്ക്. പക്ഷേ നമ്മുടെ മക്കളുടെ ഒരു തലമുറക്ക് അത് അല്ല, തീരുമാനം വരുമ്പോഴത്തേക്ക് അന്നത്തെ തലമുറയ്ക്ക് ഇതിനോട് ഒരു കമ്മിറ്റ്മെൻറ്റും താല്പര്യവും ഇല്ലാതെ പോകും. ഇപ്പോൾ ഈ പ്രേക്ഷകൻ വിളിച്ചതിന് ഒരു കാരണം ഉണ്ടാവാം. അവിടെ ഇപ്പോൾ സമാന്തരമായിട്ട് ജനകീയമായ ഒരു വലിയ അഭിലാഷം പോലെ വരുന്നുണ്ട്. പുതിയ തലമുറയിൽ നിന്ന് തന്നെ നേർച്ച പുനരാരംഭിക്കണം. നിങ്ങളുടെ സ്വത്ത് തർക്കമോ നിങ്ങളുടെ സ്ഥാന തർക്കമോ നിങ്ങൾ വേറെ തീർത്തോ. ഇനി 3 പേര് തമ്മിലല്ലേ തർക്കം, നിങ്ങൾ 3 പേരും 3 കസേരയിട്ടിരിക്കുക. അതെ, തങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങൾക്ക് നേർച്ച വേണം. അത് ജനകീയമായ ഒരു ഉത്സവമാണ്. എല്ലാ മനുഷ്യർക്കും ഒന്നിച്ച് നിൽക്കാനുള്ള ഉത്സവം. ഞാൻ പറയുന്നത് മുഴുവൻ ബന്ധുക്കൾക്ക് ഒത്തുകൂടാനുള്ള ഉത്സവം, എല്ലാ കുട്ടികൾക്കും ആഘോഷിക്കാനുള്ള ഒരു ഉത്സവം. മാത്രമല്ല, ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ കൊണ്ടോട്ടി നേർച്ചയുടെ മിഠായി ഇങ്ങനെ കൊണ്ടു കൊടുക്കലേ ഞങ്ങൾക്ക് പണി. എൻ്റെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു അമ്മായി വന്നില്ല എന്ന് വിചാരിച്ചോളൂ, നേർച്ചക്ക് സുഖമില്ലാതെ കിടക്കുകയാണ്. പിറ്റേന്ന് എനിക്ക് പണി കാൽനടയായിട്ട് മൈലുകൾക്കപ്പുറത്തുള്ള അമ്മായിക്ക് മിഠായി. ഇതൊക്കെ ഒരു ഭയങ്കരമായ സംഗതിയാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ എത്രയോ കാലമായിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകൾ എന്താ പറയാന്നറിയോ, നമുക്ക് നേർച്ചപ്പാടത്ത് കാണാൻ പറയും ഇക്കൊല്ലം എന്നുവെച്ചാൽ ചിലപ്പോൾ കോളേജിൽ പഠിക്കണ കാലത്ത് ഞങ്ങൾ കണ്ട് പിരിഞ്ഞതായിരിക്കും. പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, കേശവദാസ്. അവൻ പണ്ട് കൊണ്ടോട്ടിയിലുണ്ടായിരുന്നു. പിന്നീട് അവൻ ജോലിയൊക്കെ ആയി, വീഡിയോ ഒക്കെ ആയി. അവനെ ഞങ്ങൾ കാണുമ്പോൾ പറയാം, ഇവിടെ കണ്ടില്ലെങ്കിലും നേർച്ചപ്പാടത്ത് കാണാം. എനിക്കിതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഞങ്ങളുടെ നാട്ടിലെ വൈക്കത്ത് അഷ്ടമിയില്ലേ, ഇതുപോലെയാണ്. ഞങ്ങൾ പറയാം അഷ്ടമിക്ക് കാണാം, കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് അഷ്ടമിക്ക് കൊടിമരച്ചോട്ടിൽ കാണാം. അടുത്ത ബുധനാഴ്ച 10 ദിവസം 13 ദിവസം ഉത്സവം കൊടിമരച്ചോട്ടിൽ കാണാം. അടുത്ത ബുധനാഴ്ച കൊടിമരച്ചോട്ടിൽ. മനുഷ്യൻ്റെ നന്മയായിരുന്നു, നന്മയുടെ ഒരു ഉത്സവമായിരുന്നു. പക്ഷേ സംഭവിച്ചത് പല കാരണങ്ങളാൽ. എനിക്ക് തോന്നിയത് ഇത് നേർച്ച മുടങ്ങിയപ്പോൾ ഉള്ളാലെ സന്തോഷിക്കുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്, ഇതിൻ്റെ ഈ ശുദ്ധീകരണവാദികൾ. എന്നാൽ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള അവരുടെ അമ്മയും പെങ്ങളും വെച്ചാൽ ആ കുടുംബം, ഈ കൾച്ചർ ഏറ്റുവാങ്ങിയ കുടുംബം. ഈ കൊണ്ടോട്ടി നേർച്ച മലയാളത്തിലെ ഒരു സിനിമയിൽ വന്നിട്ടുണ്ട്, 14 രാവ് എന്ന് പറയുന്നൊരു സിനിമ. എപ്പോഴെങ്കിലും നെറ്റിൽ അടിച്ചു നോക്കിയാൽ മതി. കൊണ്ടോട്ടി നേർച്ച കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സലാം കാരശ്ശേരി എന്ന് കേട്ടില്ലേ, നമ്മുടെ എം എൻ കാരശ്ശേരിയുടെ ഒരു ബന്ധുവാണ്. എം എൻ കാരശ്ശേരി തിരക്കഥ, സലാം കാരശ്ശേരി ഡയറക്ഷൻ ചെയ്ത സിനിമ. മറ്റേ ഈ പാട്ടൊക്കെ നല്ല പാട്ടുകളുടെ സിനിമയാണ് 14 രാവ്. അഹേദോൻ്റെ തിരുനാമം കേട്ടില്ല പാട്ട്. അങ്ങനെ കുറേ പാട്ടുകൾ, നല്ല പാട്ടുകളുണ്ട്. അപ്പോൾ ഇതാണ് കൊണ്ടോട്ടി നേർച്ചയുടെ ഒരു സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ആളുകളൊന്ന് ഈ എന്ത് വന്നാലും നേർച്ച പുനരാരംഭിക്കണം എന്നൊരു ശ്രമം ഇപ്പോൾ സാറിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയും പരസ്പരം ചേരുകയൊക്കെ ചെയ്യുന്നത്. ഇക്കൊല്ലം ഒരു കാർണിവൽ പോലെ ഒരു ശ്രമം അവർ നടത്തി. അപ്പോൾ അതുകൊണ്ടുണ്ടായ ഒരു ഗുണം ഈ ആവശ്യം മുന്നോട്ട് വന്നു. അതിനകത്ത് എന്തൊക്കെ പറഞ്ഞാൽ ഈ ആത്മീയമായ ആചാരങ്ങൾ ഇല്ലാതെ പോയാൽ അത് നിലനിൽക്കില്ല, അത് യാന്ത്രികമായി പോകും. അപ്പോൾ ഇപ്പോൾ ഇക്കൊല്ലം വളരെ കൾച്ചറലായിട്ടൊരു വലിയ ഒരു കാർണിവൽ പോലെയൊക്കെ നടന്നപ്പോൾ അതിനകത്തുനിന്ന് ഉയർന്നു വന്ന ചോദ്യം, ഇത് നടക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് നേർച്ച തന്നെ നടത്തിക്കൂടെ? അതാണല്ലോ അതിൻ്റെ ആത്മാവ്. അതാണ്. അപ്പോൾ അത് നടത്താനുള്ള ആലോചനകളും നടക്കുന്നുണ്ട്. ഇപ്പോൾ അത് തങ്ങന്മാരും ഇപ്പോൾ വളരെ അയഞ്ഞിട്ടുണ്ട്. കേസ് തീരുമ്പോൾ തീരട്ടെ. അതെ, അതാണ് വേണ്ടത്. അത് തീരട്ടെ. നല്ല മനുഷ്യരാട്ടോ. ഒരു നാടിൻ്റെ മുഴുവൻ ചൈതന്യവും ആവേശവും അല്ലേ ഇത്? തീർച്ചയായും നന്നായി വരട്ടെ. നമ്മളും ഇപ്പോൾ ABC-ക്ക് നമ്മുടെ പ്രേക്ഷകൻ വിളിച്ചു പറഞ്ഞത്, നമുക്ക് ഞാൻ മാഷ് വരാൻ കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് വളരെ ഹൃദയവേദനയോടെയാണ് പറഞ്ഞത്, അവിടെ നടക്കുന്നില്ല, അത് പുനരാരംഭിക്കണം, നിങ്ങളൊന്ന് ചർച്ച ചെയ്യാം. വേറെ ആരും ഇത് അത് മറ്റൊന്നും പറഞ്ഞു, വേറെ ആരും ഇത് പറയത്തില്ല. ABC മലയാളം ഒന്ന് ചർച്ച ചെയ്യാം. അഹമ്മദ് മാഷിനെ താല്പര്യമുണ്ട്. ഏതായാലും നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, നമ്മളിത് സംസാരിക്കുന്നു. അടുത്ത വർഷം ഇതേ സമയത്ത് കൊണ്ടോട്ടി നേർച്ച നടക്കട്ടെ. അതിന് ആ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അതിന് സർവേശ്വരൻ അവർക്ക് അതിനുള്ള വിവേകവും കരുത്തും ശക്തിയും. ഇക്കൊല്ലത്തെ AP അഹമ്മദ് മാഷയുടെ കൊണ്ടോട്ടി നേർച്ചയുടെ ഗസ്റ്റ് സുനിൽ സാർ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ വന്ന് കാണാനുള്ള യോഗം കൂടി ഞാനുണ്ടാവും. മാഷിന്റെ നാടുവാണല്ലോ, എന്റെ നാടാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഏതായാലും കൊണ്ടോട്ടി നേർച്ച അടുത്ത വർഷം കൊണ്ടോട്ടിക്കാർ ഏറ്റെടുക്കട്ടെ. തീർച്ചയായിട്ടും സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.